students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 integrals exercise 7.2 question number 11 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് question number 11 നോക്കാം. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് x by root of x plus 4 അല്ലേ, ഇതാണ് നമ്മുടെ question dx. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താണ് റൂട്ട് ഉള്ളതിനെ ഹോൾ റേസ് ടു 1/2 നമുക്ക് എഴുതാം. So this is equal to integral of x by x plus 4 the whole raised to 1/2 dx എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. put this is equal to t എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, so put x plus 4 is equal to t. ഇത് നമ്മൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ എന്ത് കിട്ടും? dx is equal to dt എന്നല്ലേ കിട്ടത്തുള്ളൂ, കാരണം എക്സിന്റെ 1 ആണ് അല്ലെ, എക്സിന്റെ എന്താണ് ഇവിടെ 1 ആണ്, ഇവിടെ dt by dx. അപ്പൊ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് dx is equal to dt എന്ന് കിട്ടി. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്താണ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം എനിക്ക് dxന് മാത്രം ചേഞ്ച് വന്നിട്ടുള്ളൂ, പിന്നെ നമ്മുടെ ഈ താഴത്തത് ഒരു എക്സ് ടേം ഇവിടെ എന്താണ് റിമൈൻ ചെയ്യും. ഞാനിപ്പോ നിങ്ങൾ എഴുതി കാണിക്കാം. എക്സിന് നമ്മൾ അത് തന്നെ വേറെ മാറ്റമൊന്നുമില്ല, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 4ന് പകരം നമുക്ക് ടി ആണ്, ദാറ്റ് ഇസ് ടി റേസ് ടു 1/2. ഓക്കെ, ഇൻറ്റു ഡി എക്സിന് പകരം ഡി ടി ആണ്. പക്ഷെ എന്താണ് ഇവിടെ എക്സിന്റെ ടേം വന്നുകൂടാ. ഓക്കെ, സോ നമുക്ക് എക്സിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് നോക്കുക. ഇവിടെ നിന്ന് എന്താണ് ഇഫ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു ടി ആണെങ്കിൽ ഓക്കെ എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 4 ആണ്. അപ്പൊ എന്താണ് എക്സിന് പകരം നമുക്ക് ടി മൈനസ് 4 കൊടുക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടി മൈനസ് 4 ഡിവൈഡഡ് ബൈ ടി ദ ഹോൾ റേസ് ടു 1/2 dt നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇത് ഞാനൊന്ന് റെഡ് ചെയ്യണം. ഇനി എന്താണ് ഞാൻ ഈ ടി റേസ് ടു 1/2 മുകളിലേക്ക് കൊണ്ടുപോകാൻ ടി റേസ് ടു മൈനസ് 1/2 എന്നാവും അല്ലെ, ഇന്റഗ്രൽ ഓഫ് ടി മൈനസ് 4 അതുപോലെ പിന്നെ ഈ ടി റേസ് ടു മൈനസ് 1/2 dt. ഓക്കെ അല്ലേ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഈ ടി റേസ് ടു മൈനസ് 1/2 എന്താണ് ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ടിന്റെ കൂടെ ടി റേസ് ടു 1, അപ്പം ടി റേസ് ടു 1 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1/2 എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എസ് എക്സ് റേസ് ടു എം പ്ലസ് എൻ. സോ 1 മൈനസ് 1/2 എന്ന് വരും. 1 മൈനസ് 1/2 എന്ന് വെച്ചാൽ എന്താണ് 1/2. ടി റേസ് ടു 1/2 വരും മൈനസ് 4 ടി റേസ് ടു മൈനസ് 1/2 dt. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സെപ്പറേറ്റ് ഇന്റഗ്രൽ കൊടുക്കാമല്ലോ. സോ ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു 1/2 dt മൈനസ് 4 ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു മൈനസ് 1/2 ടി റേസ് ടു മൈനസ് 1/2 dt. So that is equal to 1/2 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 plus 1 divided by 1/2 plus 1. That is t raised to 3/2 divided by 3/2. Okay, minus 4 into minus 1/2 plus 1 by minus 1/2 plus 1. Okay, so t raised to 1/2 divided by 1/2 plus c. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ടിന്റെ വാല്യൂ കൊടുക്കുക. നമ്മൾ എന്തായിരുന്നു ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് പ്ലസ് 4നെ ആയിരുന്നു. സോ ഞാൻ എന്താണ് വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഞാൻ 3/2നെ എന്താണ് മുകളിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. 2/3 എന്ന് എഴുതാനും പോവാണ്. സോ 2/3 ഇൻറ്റു ടിക്ക് പകരം എക്സ് പ്ലസ് 4 ദി ഹോൾ റേസ് ടു 3/2 ഓക്കെ മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ദി ഹോൾ റേസ് ടു 1/2. ഇവിടെ ഓൾറെഡി ഒരു 1/2 ഉണ്ട്. സോ അതെനിക്ക് എന്താ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 എന്ന് എനിക്ക് എഴുതിക്കൂടെ. സോ 8 ഓക്കെ അല്ലേ, പ്ലസ് സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. പക്ഷേ നിങ്ങൾ ആൻസർ ബാക്കിൽ നോക്കുമ്പോൾ എന്താണ് അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അവർ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഇവരവിടെ ഈ 3നെ വീണ്ടും ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ആൻസർ വന്നിരിക്കുന്നത്. അതായത് അവർ ഈ ടേമിൽ എന്താണ് എൽ സി എടുത്തു. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് 4 ദി ഹോൾ റേസ് ടു 3/2 മൈനസ് ഓക്കെ 8 3s are 24 എക്സ് പ്ലസ് 4 the whole raised to 1/2 whole divided by 3 എന്നവർ എഴുതി. ഓക്കെ, പ്ലസ് സി. ഓക്കെ, ഇനി എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവര്
2ഉം 3യും കോമൺ എടുത്തു. അതായത് 2/3 കോമൺ എടുത്തു. 2/3 മാത്രമല്ല, ഒരു x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 1/2 അതിന്റെ കോമൺ എടുത്തു. x പ്ലസ് 4 ദി ഹോൾ റേസ് ടു 1/2 കോമൺ എടുത്തു. ഓക്കെ, ബാക്കി എന്തോരും? ഇവിടുന്ന് 2 നമ്മൾ എടുത്തു, x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 3/2 ആണ്. അവിടുന്ന് 1/2 നമ്മൾ എടുത്തു. അപ്പൊ ബാക്കി എന്തുണ്ട്? x പ്ലസ് 4 ഉണ്ട് അല്ലേ? കാരണം x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 1 ഇൻറ്റു x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 1/2 ആണ് എന്താ x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 3/2 അല്ലേ? അതായത് x പ്ലസ് 4 ദി ഹോൾ റേസ് ടു 1 ഇൻറ്റു x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 1/2 ആണ് എന്താ x പ്ലസ് 4 ദ ഹോൾ റേസ് ടു 3/2. ഓക്കെ അല്ലേ? സോ ഇവിടെ ഞാൻ ഇതിനെ കോമൺ എടുത്തു. ബാക്കി എന്തുണ്ട്? ഒരു x പ്ലസ് 4. അതാണ് ഒരു x പ്ലസ് 4 വന്നത്. ഓക്കെ, മൈനസ് 2 പുറത്തുണ്ട്. അപ്പൊ ഇതിന്റെ ഹാഫ്, അത് ഇതിന്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഇസ് 12. ഓക്കെ, മൈനസ് 12. ഓക്കെ, അപ്പം ഇത് എടുത്തു. മൈനസ് 12 ഇൻറ്റു, ഓക്കെ, മൈനസ് 12 ഇൻറ്റു ഇല്ല, മൈനസ് 12 മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്ലസ് സി. ഓക്കെ, ഇനി എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/3. ഇനി എക്സ് പ്ലസ് 4 ദ ഹോൾ റേസ് ടു 1/2 നമുക്ക് റൂട്ട് എക്സ് പ്ലസ് 4 എന്ന് എഴുതാമല്ലോ അല്ലേ? സോ ദാറ്റ് ഇസ് റൂട്ട് എക്സ് പ്ലസ് 4 എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു എക്സ് മൈനസ് 8 അല്ലേ? എക്സ് മൈനസ് 8, 4 മൈനസ് 12. ഓക്കെ, എക്സ് മൈനസ് 8 പ്ലസ് സി. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ഫൈനൽ ആൻസർ. ഒന്നുമില്ല, അവർ ജസ്റ്റ് എൽസി എടുത്ത് കോമൺ എടുത്തേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഓഫ് x³ - 1 the whole raised to 1/3 into x raised to 5 dx. ഓക്കെ, സോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഈ ഉള്ളിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു പവർ വരിക അങ്ങനെയൊക്കെയുള്ള ടേമിനായിരിക്കും നമ്മൾ കൂടുതലും എന്താണ് പുട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെക്കുക. അതായത് വേറൊരു മാർഗവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഏതിനെങ്കിലും നിങ്ങൾ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്, വേറെ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്ത് വരുമ്പോൾ. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, സോ എന്താണ് ഇവിടെ ഞാൻ x³ - 1 ഞാൻ എന്ത് ചെയ്യാൻ പോണ്? put that is equal to t എന്ന് കൊടുക്കാൻ പോണം. ഓക്കെ, സോ put x³ - 1 is equal to t. ഓക്കെ, അപ്പൊ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു dt by dx. ഓക്കെ, ഇനി എന്താ 3x² dx is equal to dt. ഓക്കെ, അപ്പൊ ഇവിടെ 3x² എന്നൊരു ടേം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് dx ആണുള്ളത്. അപ്പൊ സോ നമുക്ക് dx is equal to എന്ന് പറഞ്ഞിട്ട് എഴുതാം. Therefore dx is equal to dt by 3x². ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, x³ - 1 പകരം നമ്മൾ എന്തിട്ടു? t ഇട്ടു. സോ അവിടെ t എഴുതി, ദി ഹോൾ റേസ് ടു 1/3 ഇൻറ്റു x raised to 5. x raised to 5 നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. സോ x raised to 5 എന്ന് തന്നെ കിടക്കട്ടെ. നമുക്ക് മാറ്റാം അടുത്ത സ്റ്റെപ്പിൽ. എന്തായാലും dxന് പകരം നമ്മൾ എന്താണ് dt by 3x² എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ x raised to 5ഉം ഇവിടെ ഒരു x² ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. സോ x² ഇവിടെ എന്താവും? x3, x raised to 3, x³ എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് x³ എന്താണ് എന്താണ് x³ മാറ്റിയേ പറ്റൂ. എന്താണ് t ഉള്ളപ്പോ x ഒരിക്കലും പാടില്ല. സോ എന്താണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നമുക്ക് എന്താണ് therefore x³ is equal to t plus 1 എന്ന് എടുത്തൂടെ? t ന്റെ ടേമിൽ കിട്ടിയില്ലേ? So that is equal to integral of t raised to 1/3 okay into x³ ന് പകരം എന്തിട്ട് നമ്മൾ t plus 1 ഒരു 1/3 ഉണ്ട് അല്ലേ? അത് dt/3 ലെ ആ 1/3 നമുക്ക് എന്താണ് നമുക്ക് പുറത്തെടുക്കാം. വെറുതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, സോ t plus 1 ഉണ്ട്, പിന്നെ ഒരു dt. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക? 1/3 ഇവിടെ ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് ഞാൻ ഈ 1/3 ഉള്ളിലേക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോണത്. t raised to 1/3 into 1 എന്ന് പറയുമ്പോൾ എന്താണ്
1/3 plus 1 and 1 plus 3/3 that is 4/3. നമുക്ക് 4/3 കിട്ടും. ഓക്കെ, സോ t raised to 4/3 കിട്ടി പ്ലസ് 1 into t raised to 1/3 എന്താണ് t raised to 1/3 dt. ഓക്കെ, ഇത് നമുക്ക് എന്താ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് okay, that is equal to 1/3 പുറത്ത് തന്നെ കിടക്കട്ടെ. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് t raised to 4/3 dt പ്ലസ് ഇന്റഗ്രൽ ഓഫ് t raised to 1/3 dt എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, that is equal to 1/3 into okay, integral of 4/3 എന്ന് വെച്ചാൽ 4/3 plus 1/4/3 plus 1. എന്താ 4/3 plus 1 എന്ന് പറയുമ്പോൾ 4 plus 3/3 that is 7/3. Okay, so t raised to 7/3 divided by 7/3. Okay അല്ലേ, പ്ലസ് അടുത്ത എന്താ t raised to 1/3. t raised to 1/3 plus 1 എന്ന് പറയും 1 plus 3/3 that is 4/3. Okay, so t raised to 4/3 divided by 4/3. അപ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഈ ടീന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. എന്തായിരുന്നു നമ്മൾ പുട്ടെടുത്തത് x³ - 1 അല്ലേ. ഇവിടോട്ട് മാറ്റി എഴുതേക്കാം. പുട്ടെടുത്തത് നമ്മൾ എന്താണ് x³ - 1 is equal to t എന്നായിരുന്നു. സോ ടിയുടെ പ്ലേസിൽ നമുക്ക് എന്താ x³ - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, so that is equal to 1/3 into t യുടെ സ്ഥലത്ത് x³ - 1 7/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ വരുമ്പോൾ 3/7 ആവും. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് 3/7 ഉണ്ട്. ഓക്കെ, സോ 3/7 x³ - 1 ഉണ്ട്, ദി ഹോൾ റേസ് ടു 7/3 ഉണ്ട്. ഓക്കെ, ഹോൾ റേസ് ടു 7/3. ഒരു പ്ലസ് ഉണ്ട്. വീണ്ടും എന്താണ് 4/3 നമുക്ക് 3/4 എന്ന് എഴുതാം. 3/4. ഓക്കെ, ടിയുടെ പ്ലേസിൽ x³ - 1 ദി ഹോൾ റേസ് ടു 4/3 അല്ലേ, റേസ് ടു 4/3. നമുക്ക് എന്താണ് ഇതിനെ ഉള്ളിലേക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഈ 3 ഉം 3 കൂടെ ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താണ് 1/7. നമ്മൾ സി എഴുതിയില്ല, സി എഴുതാൻ നമ്മൾ മറന്നു. ഓക്കെ, പ്ലസ് സി. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് സി അങ്ങ് എഴുതി പോവാം. ഓക്കെ, സോ 1/7 into x³ - 1 ദി ഹോൾ റേസ് ടു 7/3. ഓക്കെ, ഇനി ഈ 1/3 ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1/4 എന്ന് വരും അല്ലേ. സോ പ്ലസ് 1/4 x³ - 1 ദി ഹോൾ റേസ് ടു 4/3. ഓക്കെ, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13. Integral of x² divided by 2 plus 3x³ the whole cube dx. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എന്താണ് put this is equal to t എന്ന് കൊടുക്കാൻ പോകണം. ഓക്കെ, സോ ഇങ്ങോട്ട് മാറ്റി എഴുതാം, അല്ലെങ്കിൽ നമുക്ക് റബ്ബ് ചെയ്യേണ്ടി വരും. put 2 plus 3x³ 2 plus 3x³ is equal to t. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. ഒന്നാമത്തെ ടേം 0 ആയി പോകും. രണ്ടാമത്തെ ടേം എന്താണ് 3x³ അല്ലേ, 3x³ ആണ്. ഓക്കെ, സോ എന്താണ് 3 3s are 9. 9x raised to 3 - 1 that is 2. Okay, is equal to dt by dx. So 9x² dx is equal to dt. നമുക്ക് എന്താ x² dx മതി. ഓക്കെ, so x² dx is equal to dt by 9. ഓക്കെ അല്ലേ. സോ ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇന്റഗ്രൽ ഓഫ് x² dx is dt by 9. ഓക്കെ, ഇനിയും എന്താണ് ഇൻറ്റു 1/2 plus 3x³ പകരം നമ്മൾ എന്ത് കൊടുത്തു t കൊടുത്തു, പിന്നെ ഒരു ക്യൂബ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ 1/9 അങ്ങ് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് t raised to 3 നെ മുകളിൽ പോകുമ്പോൾ t raised to -3 t raised to -3 dt that is 1/9. t
ടി റേസ് ടു -3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -2 അല്ലേ. സോ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ -2 പ്ലസ് സി. ഇനി നമുക്ക് ടീന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. 1/9 into t is 2 plus 3x cube the whole raised to -2. ഈ മൈനസ് ഇവിടെ കിടന്നു ഡിവൈഡഡ് ബൈ 2. മനസ്സിലായി? ഈ മൈനസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു -1/9 2s are 18. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് എന്താ -2 അല്ലേ മുകളിൽ കിടക്കുന്നത്, അപ്പൊ നമുക്ക് താഴെ കൊണ്ടുവരാം. ഓക്കെ, into 2 plus 3x cube the whole square. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനിയും ഇത് 9ഉം 2 കൂടെ നമുക്ക് 18 കിട്ടിയത്. സോ ഇതിനെ ഈ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ നമ്മൾ താഴെ കൊണ്ടുവന്നു. ഓക്കെ, സോ പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14. Integral of 1/x into log x the whole raised to m dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഞാൻ എന്താണ് ഇതിനുള്ളിലെ log x ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി കൊടുക്കാൻ പോണേ. ഓക്കെ, സോ പുട്ട് log x is equal to t. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 1/x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു dt by dx. ഓക്കെ, 1/x നമുക്ക് വേണം, 1/x dx വേണം. ഓക്കെ, സോ 1/x dx is equal to dt. So that is equal to integral of, okay, നമ്മൾ 1/x dx ന് പകരം നമുക്ക് എന്താ dt എന്ന് കൊടുക്കാം. ഇൻറ്റു ഇവിടെ താഴെയാണ് വന്നിരിക്കുന്നത്. സോ ഇൻറ്റു 1/log x ന് നമ്മൾ t കൊടുത്തു. സോ t the whole raised to m. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് t നെ മുകളിൽ കൊണ്ടുവരുമ്പോൾ t raised to -m dt എന്ന് വരും. t raised to -m എന്ന് വെച്ചാൽ എന്താണ് t സ്ക്വയർ ആകാം, m ന് ഏത് വാല്യൂ വേണമെങ്കിലും അത് കോൺസ്റ്റന്റ് അല്ലേ. Okay, so that is equal to t raised to -m plus 1 divided by -m plus 1 plus c. Okay, ഇനി എന്താണ് tക്ക് ഞാൻ എന്താണ് എൻ്റെ കറക്റ്റ് വാല്യൂ കൊടുക്കാൻ പോവാണ്. That is log x the whole raised to -m plus 1 divided by -m plus 1 plus c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 15. Integral of x by 9 minus 4x square dx. അപ്പോൾ ഞാൻ ഈ താഴെ കിടക്കുന്ന ടേമിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി കൊടുക്കാൻ പോകണം. ഓക്കെ, ഓക്കെ, പുട്ട് 9 minus 4x square. ഓക്കെ, 9 minus 4x square is equal to t. ഓക്കെ, അപ്പം -4 to 8x dx is equal to dt. അതാണ് ഞാൻ dx മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എനിക്ക് എന്താ വേണ്ടത് x dx ആ വേണ്ടത് അല്ലേ. സോ x dx is equal to dt by ബാക്കി ഇവിടെ ഉണ്ട് 8 ഉണ്ട്, -8 ആണ്. സോ -dt by 8 ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ ഇന്റഗ്രൽ ഓഫ് x dx is -dt by 8 into 1 താഴെ എന്താ നമ്മൾ t കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് എനിക്ക് ആ -1/8 ഞാനങ്ങ് പുറത്തിട്ടു. സോ ഇന്റഗ്രൽ ഓഫ്, ഓക്കെ, 1/t dt. 1/t dt നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ലോഗ് മോഡ് t പ്ലസ് c. ഓക്കെ അല്ലേ. സോ ഇനി നമുക്ക് എന്താണ് വാല്യൂ ഇട്ട് കൊടുക്കാം. 1/8 ലോഗ് മോഡ് tക്ക് വരെ നമുക്ക് 9 minus 4x square plus c. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്റഗ്രൽ ഓഫ് e raised to 2x plus 3 dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, 2x plus 3 നെ ഞാൻ t ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, പുട്ട് 2x plus 3 is equal to t. ഓക്കെ, അപ്പൊ എന്താ വരിക 2 ഉണ്ട് 1. ഓക്കെ, that is equal to dt by dx. ഓക്കെ, നമുക്ക് വേണ്ടത് dx മാത്രമാണ്. സോ 2 dx is equal to dt and dx is equal to dt by 2. Okay, that is the integral of e raised to t. dx ന് പകരം നമുക്ക് dt by 2. Okay, 1/2 പുറത്തെടുത്തു. Integral of e raised to t
dt. ഇന്റഗ്രൽ ഓഫ് e raised to t എന്താണ്? e raised to t തന്നെയാണ്. സോ ഹാഫ് ഇൻറ്റു e raised to t പ്ലസ് c. ഇനി എന്താണ്? നമുക്ക് ന്റെ വാല്യൂ എടുക്കാം. സോ ഹാഫ് ഇൻറ്റു e raised to t ന്റെ വാല്യൂ എന്താണ്? 2x പ്ലസ് 3. e raised to 2x പ്ലസ് 3 ഓക്കെ പ്ലസ് c. ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്റഗ്രൽ ഓഫ് x ബൈ e raised to x square dx. ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ എന്താണ് പുട്ട് x square is equal to t എന്ന് എടുക്കാൻ പോകണം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നത് എന്തുകൊണ്ട് e raised to x square is equal to t എന്ന് എനിക്ക് എടുത്തുകൂടാം? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ e raised to x square എടുക്കാന്ന് വെച്ചു. ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുട്ട് e raised to x square is equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ e raised to x square നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? e raised to x square തന്നെ. ഓക്കെ ഇനി x square ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2x. ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു dt ബൈ dx. ഓക്കെ സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് e raised to x square നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ട ഒരു സംഭവം e raised to x square താഴെയാണ്. ഓക്കെ അങ്ങനെ ഒരു ടേം നമുക്ക് വരുന്നില്ല. ഓക്കെ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് പ്രയോജനം ഒന്നുമില്ല. ഇപ്പൊ ഞാൻ x എടുക്കാന്ന് വെച്ചു, x dx ഇങ്ങോട്ട് എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു dt ബൈ. ഓക്കെ അപ്പം ബാക്കി ഇവിടെ ഉണ്ട് 2 ഉണ്ട്, e raised to x square ഉണ്ട്. അപ്പം x dx ന് പകരം എന്താണ് എനിക്ക് താഴെ വീണ്ടും എന്താണ് e raised to x square താഴെ തന്നെ വരും. മനസ്സിലായില്ലേ? അപ്പം ഞാനിവിടെ x dx എങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. x ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 2 താഴെ വരും. അതുപോലെ e raised to x square താഴെയാണ് വരുന്നത്. സോ എന്താണ് നമുക്ക് വീണ്ടും e raised to x square ക്വസ്റ്റ്യൻ വരും. സോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും e raised to x square അല്ല ഞാൻ എടുക്കേണ്ടത്. അപ്പം ബാക്കി എന്താ ഓപ്ഷൻ ഉള്ളത്? x square എടുത്ത് നോക്കാം. ഓക്കെ സോ പുട്ട് x square is equal to t. ഓക്കെ പുട്ട് x square is equal to t എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ എന്താ വരുന്നത്? 2x that is equal to dt by dx, that is 2x dx is equal to dt and x dx is equal to dt by 2. That is integral of x dx ന് പകരം ഞാൻ dt by 2 into 1 by e raised to x square ന് പകരം e raised to x square ന് പകരം e raised to t എന്ന് ഞാൻ എടുത്തു. ഓക്കെ സോ ഇനി ഞാൻ എന്താണ് 1/2 നെ പുറത്തെടുത്തു, ഇന്റഗ്രൽ ഓഫ് e raised to t മൈനസ് t ആക്കി മുകളിൽ കൊണ്ടുവന്നു dt. ഓക്കെ സോ ഹാഫ് ഇൻറ്റു e raised to മൈനസ് t നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? e raised to മൈനസ് t തന്നെയാണ്. ഡിവൈഡ് ബൈ ഇതിന്റെ കൂടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ ഒരു -1 കൂടെ കാണും. ഓക്കെ സോ പ്ലസ് c. ഓക്കെ കാരണം എന്താണ് ഇവിടെ ടീന്റെ കൂടെ എന്താണ് ഒരു മൈനസും കൂടെ കിടപ്പുണ്ട്. സോ എന്താണ് നമ്മൾ ഈ മൈനസ് ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. ആ -1 നമ്മൾ താഴെ എഴുതി. ഓക്കെ ഓക്കെ ഇനി എന്താണ് നമുക്ക് ടീന്റെ വാല്യൂ എടുക്കും അല്ലേ? ദാറ്റ് ഈസ് -1/2 e raised to t എന്ന് വെച്ച് കഴിഞ്ഞാൽ x square ആണ് -x square. ഓക്കെ പ്ലസ് c. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്റഗ്രൽ ഓഫ് e raised to tan inverse x by 1 plus x square dx. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ പുട്ട് വാട്ട് ഈസ് ഈക്വൽ ടു ടി എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. കാരണം tan inverse x നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 plus x square ആണ്. സോ ഓഫ് കോഴ്സ് എന്താണ് നമുക്ക് tan inverse x നെ ആയിരിക്കും നമുക്ക് പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് ടി കൊടുക്കുന്നത്. ഓക്കെ സോ പുട്ട് എന്താണ് tan inverse x is equal to t അല്ലേ? സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 plus x square is equal to dt by dx. dx അങ്ങോട്ട് പോകുമ്പോൾ dx by 1 plus x square is equal to dt. സോ എനിക്ക് എന്താണ് 1 plus x square dx ന് പകരം എനിക്ക് dt കൊടുക്കാം. ബാക്കി എന്തുണ്ട്? e raised to tan inverse x ന് പകരം ഞാൻ t കൊടുത്തു. സോ e raised to t dt ആണ്. e raised to t നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to t തന്നെ പ്ലസ് c. ടിക്ക് പകരം എന്താ നമ്മൾ കൊടുക്കുന്നത്? e raised to tan inverse x പ്ലസ് c. ഈസി ആണ്. ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്റഗ്രൽ ഓഫ് e raised to 2x minus 1 ഡിവൈഡ് ബൈ e raised to 2x plus 1 dx. ഓക്കെ സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എന്താണ് പുട്ട് കൊടുക്കാൻ പോവാണ്. സോ e raised to 2x minus 1 ഞാൻ അങ്ങ് t ന് കൊടുത്തു എന്ന് വെച്ചു. ഓക്കെ
സോ അപ്പൊ എനിക്ക് എന്ത് വരും, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെ, പിന്നെ ഒരു 2 വരും, ഇതിന്റെ 0 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു dt/dx. ഓക്കെ അല്ലേ? സോ പിന്നെന്താണ്, എനിക്ക് വേണ്ടത് ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ, പിന്നെ നമുക്ക് ഡി എക്സ് മാത്രമുള്ള ആകെ. ഓക്കെ, അപ്പൊ ഞാൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു dt/ എന്ത് കിട്ടും, 2e raised to 2x എന്ന് എഴുതി. അതായത് ഡി എക്സിനെ ഞാൻ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇവിടെ ഉള്ളതിനെ ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സോ അതാണ് ഡി എക്സ്. പക്ഷെ ഞാൻ ഇത് ചെയ്താലും ഒരു ടേം പോലും എന്താണ്, കട്ടായി പോത്തില്ല. ഓക്കെ, കട്ടായി പോത്തില്ല. നമുക്ക് എന്താണ്, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പാടായിരിക്കും. സോ നമ്മൾ ഇതിനെന്താണ്, ഒരു മോഡിഫിക്കേഷൻ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇതിനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് മുകളിലും താഴെയും ഇ റേസ് ടു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഇ റേസ് ടു 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. അതുപോലെ തന്നെ താഴെ ഇ റേസ് ടു 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഇ റേസ് ടു എക്സിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇ റേസ് ടു എക്സിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 2x മൈനസ് 1 ഇൻടു ഇ റേസ് ടു എക്സിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും അല്ലെ. സോ ഇൻടു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ ഇ റേസ് ടു 2x പ്ലസ് 1 ഇൻടു ഇ റേസ് ടു പിന്നെ മുകളിൽ കൊണ്ടുവരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇനി എന്താണ്, ഞാൻ ഇ റേസ് ടു മൈനസ് എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം അല്ലെ. എക്സ് റേസ് ടു എം ഇൻടു എക്സ് റേസ് ടു എൻ ഇസ് എക്സ് റേസ് ടു എം പ്ലസ് എൻ, ദാറ്റ് ഇസ് 2x മൈനസ് എക്സ്. നമുക്ക് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ, ഇനി ഇ റേസ് ടു മൈനസ് എക്സിനെ വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് വരും, ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇവിടെ എന്ത് വരും, പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ അല്ലെ? ദാറ്റ് ഇസ് dx. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഒന്ന് ചെയ്ത് നോക്കാം. എന്തുവല്ലോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ എന്താണ്, ആ ഫോമിലാക്കിയില്ലേ. ഇനി ഞാൻ എന്താണ് പുട്ട് ചെയ്യാൻ പോവാണ്. സോ പുട്ട് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് ഞാൻ പുട്ട് ചെയ്തു. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് തന്നെ, ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സിന് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഒരു മൈനസ് 1 ഉണ്ട്. സോ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു dt/dx. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, മുകളിലത്തെ അല്ല നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഇൻറ്റു dx എന്ന് പറഞ്ഞു കഴിഞ്ഞാല് dt ആണ്. ഓക്കെ അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദിസ് ഇസ് dt ഡിവൈഡഡ് ബൈ ഇതെന്ന് പറഞ്ഞാൽ t ആണ്. ഓക്കെ അല്ലെ? സോ ഇതിന്റെ ആൻസർ എന്താണ്, ലോഗ് മോഡ് ടി പ്ലസ് സി. ടിക്ക് പകരം ലോഗ് മോഡ് ടി ഈസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20. Integral of e raised to x minus e raised to minus 2x by e raised to x plus e raised to minus 2x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് മുകളിലത്തെ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ ഇതിനെ പുട്ട് ടി ഇടാൻ പോവാണ്. ഓക്കെ, സോ പുട്ട് ഇ റേസ് ടു 2x ഓക്കെ പ്ലസ് ഇ റേസ് ടു മൈനസ് 2x ഇസ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്താ വരിക, ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെ ഒരു 2 വരും, ഇൻടു 2 ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ എന്താണ്, മൈനസ് 2 ഇ റേസ് ടു മൈനസ് 2x. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു dt/dx. പക്ഷെ നമുക്ക് 2 വേണ്ട. സോ നമുക്ക് എന്താണ്, 2 ഇതിൻ്റെ ഉള്ളിലല്ലോ. സോ നമുക്ക് 2 അങ്ങ് കോമൺ എടുക്കാം. 2 ഇൻടു ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x. ഓക്കെ, dx ഇവിടെ കിടക്കട്ടെ. dx ഇസ് ഈക്വൽ ടു dt. ഓക്കെ, സോ നമുക്ക് വേണ്ട സാധനം മാത്രം നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ, മുകളിലത്തെ ഫുൾ ടേം നമുക്ക് വേണം, ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. So e raised to 2x minus e raised to minus 2x dx is equal to dt by 2. Okay.
സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതിന് പകരം എനിക്ക് dt by 2 into 1 by ഇതിന് പകരം ഞാൻ t എടുത്തു. സോ 1 by 2 ഞാൻ പുറത്തെടുത്തു. Integral of 1 by t dt. Okay, so that is 1 by 2 log mod t plus c. Okay, that is 1 by 2 log mod t എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 2x plus e raised to minus 2x plus c. So ഇതാണ് നമ്മുടെ final answer. Okay students, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.